വെൽക്കം ടു കോഡ് ആൻഡ് പ്ലേ ബൈ ലോജിക് വർക്സ്. ഈ വീഡിയോയിൽ സ്ക്രാച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ സ്ക്രാച്ചിനകത്തേക്ക് ലോഗിൻ ചെയ്യുക, സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക, സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ലോഗ്ഡ് ഇൻ ആയിട്ടുണ്ടാവും. റൈറ്റ് സൈഡിൽ നിങ്ങളുടെ നെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് ഇതുപോലെ ക്രിയേറ്റിംഗ് പ്രൊജക്റ്റ് എന്ന് കാണാൻ പറ്റും. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ആനിമേഷനുകളും ഗെയിമുകളും എല്ലാം നിർമ്മിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ ഇവിടെയുള്ള കുറച്ച് വിൻഡോ എലിമെൻറ്റ്സിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ വിൻഡോയിൽ നിങ്ങൾക്കൊരു ക്യാറ്റിനെ കാണാൻ പറ്റും. ഈ ക്യാറ്റുള്ള ഈ ഏരിയയാണ് നമ്മൾ സ്റ്റേജ് എന്ന് വിളിക്കുക. ഇവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആനിമേഷനുകളും ഗെയിമുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതിന് തൊട്ട് സൈഡിലായിട്ട് കാണുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ഏരിയനെയാണ് നമ്മൾ കോഡ് ഏരിയ എന്ന് വിളിക്കുക. ഇവിടെയാണ് നമ്മളെല്ലാ കോഡുകളും ചെയ്യുക. നമുക്ക് കോഡ് ചെയ്യാൻ ആവശ്യമായ എല്ലാ കോഡുകളും കിടക്കുന്ന ഇതിനെയാണ് നമ്മൾ ബ്ലോക്ക് പാലറ്റ് എന്ന് വിളിക്കുക. ഈ ഏരിയനാണ് നമ്മൾ ബ്ലോക്ക് പാലറ്റ് എന്ന് വിളിക്കുക. ഇവിടെ നിന്ന് ഓരോ ബ്ലോക്കുകളായിട്ട് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് സ്ക്രിപ്റ്റ് ഏരിയയിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. നമുക്ക് ആദ്യമായി ഈ ക്യാറ്റിനെ നമുക്കൊന്ന് ചെറുതായിട്ട് നടത്തി നോക്കാം. അതിനുവേണ്ടി ഈ മൂവ് 10 സ്റ്റെപ്സ് എന്ന് കാണുന്ന ഈ ബ്ലോക്കിനെ എന്ത് ചെയ്യുക, പതുക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് സ്ക്രിപ്റ്റ് ഏരിയയിൽ ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ മൂവ് 10 സ്റ്റെപ്സ് എന്ന് കാണാൻ പറ്റും. ഞാൻ ഈ മൂവ് 10 സ്റ്റെപ്സ് എന്ന് പറയുന്ന ഈ ബ്ലോക്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കിക്കോളൂ. യു ക്യാൻ സീ ദ മാജിക്. ദ ക്യാറ്റ് ഈസ് മൂവിങ്. സ്റ്റേജിനകത്ത് ക്യാറ്റ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ പ്രാവശ്യം ഞാൻ ഈ മൂവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ക്യാറ്റ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് ക്യാറ്റിനെ മൂവ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടാബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഈ ടാബിനകത്തേക്ക് ഞാൻ പോവുകയാണ്. അവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ബ്ലോക്കുകൾ ഇവിടെ കാണാൻ പറ്റും. അതിനകത്ത് വെൻ ഗ്രീൻ ഫ്ലാഗ് ഈസ് ക്ലിക്ഡ് എന്നൊരു ബ്ലോക്ക് കാണാം. ആ ബ്ലോക്കിന് ഞാനിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാറ്റ് 10 സ്റ്റെപ്പ് നടക്കാൻ തുടങ്ങും. ഇവിടെ മുകളിലൊരു ഗ്രീൻ ഫ്ലാഗ് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ദിസ് ഗ്രീൻ ഫ്ലാഗ്. ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സീ ദ മാജിക്. ക്യാറ്റ് മൂവ് ചെയ്യുകയാണ്. റൈറ്റ്. സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ കോഡ് ഇൻ സ്ക്രാച്ച്. ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രാച്ചിനകത്ത് ഓരോ പ്രോഗ്രാമുകളും ഓരോ ആനിമേഷനുകളും ചെയ്യാൻ പറ്റും. ഈ ക്യാറ്റിന് ഞാൻ തിരിച്ച് ആദ്യത്തെ ഒരു പൊസിഷനിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വെക്കുകയാണ്. വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ഞെക്കി കഴിഞ്ഞാൽ എൻ്റെ ക്യാറ്റ് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. നിങ്ങളുടെ ക്യാറ്റ് നടക്കുകയല്ല, പകരം അത് ഗ്ലൈഡ് ചെയ്യുകയാണ്. അതിന് നടക്കുന്ന ഒരു ആനിമേഷൻ ഇല്ല അല്ലേ. നമുക്കിതിനെ നടക്കുന്ന ഒരു ആനിമേഷൻ കൊടുക്കാൻ പറ്റും. അതിനു മുന്നേ സ്ക്രാച്ചിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മൾ വിളിക്കുക സ്പ്രൈറ്റുകൾ എന്നാണ്. ഇവിടെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ സ്പ്രൈറ്റ് 1 എന്ന് കാണാൻ പറ്റും. നമ്മുടെ ക്യാറ്റിൻ്റെ പേര് സ്പ്രൈറ്റ് 1 എന്നാണ്. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഈ ക്യാരക്ടറിൻ്റെ പേര് സ്പ്രൈറ്റ് 1 എന്നാണ്. ഈ സ്പ്രൈറ്റ് 1ൻ്റെ കുറേ പാരാമീറ്റേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. സ്പ്രൈറ്റ് 1ൻ്റെ ഇതിൻ്റെ പേര് സ്പ്രൈറ്റ് 1 എന്നാണ്. അത് നിങ്ങൾക്കിവിടെ കാണാം. അതുപോലെ ഇതിൻ്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് വാല്യൂസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. എക്സ് 122, വൈ -6 എന്ന് കാണാൻ പറ്റും. ഈ സ്റ്റേജ് ഏരിയയെ നമുക്ക് ഒരു എക്സ് ആൻഡ് വൈ കോർഡിനേറ്റായിട്ട് തിരിക്കാൻ പറ്റും. നിങ്ങൾ മാത്സിൽ പഠിച്ചതിന് സിമിലറായിട്ട് നമുക്കിതിനൊരു എക്സ് ആൻഡ് വൈ കോർഡിനേറ്റായിട്ട് തിരിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ വൈ ആക്സിസ്, ഇവിടെയാണ് നമ്മുടെ എക്സ് ആക്സിസ്. ഈ സ്റ്റേജ് ഏരിയയെ ഇങ്ങനെ നമുക്കൊരു എക്സ് ആൻഡ് വൈ കോർഡിനേറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിലെ ഈ സ്റ്റേജിലെ സെൻട്രൽ പോയിൻറ്റിനെ നമുക്ക് 0, 0 എന്ന് വിളിക്കാം. ഇതാണ് നമ്മുടെ സെൻട്രൽ പോയിൻറ്റ്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്തോറും വൈയുടെ വാല്യൂ കൂടിക്കൂടി വരും. ഇത് വൈ ആക്സിസ് ആണ്, അതുപോലെ തന്നെ ഇത് എക്സ് ആക്സിസ് ആണ്. റൈറ്റ്. ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു പോയിൻറ്റിനെ വേണമെങ്കിൽ നമുക്ക് 0, എക്സ് ആക്സിസിൻ്റെ വാല്യൂ 0 ആണ്, വൈ ആക്സിസിൻ്റെ വാല്യൂ ഒരു 50 മറ്റോ ആയിരിക്കും. കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതുപോലെ മുകളിലേക്ക് പോകുന്ന സമയത്ത് വൈയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതേ രീതിയിൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഈ ഒരു പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് മേ ബി 50,0 എന്നുള്ളൊരു പോയിൻ്റ് ആയിരിക്കും. അതുപോലെ ഈ ക്യാറ്റിനെ നമ്മൾ ഓരോ പൊസിഷനിൽ പ്ലേസ് ചെയ്യുമ്പോഴും ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ് ആൻഡ് വൈ വാല്യൂസ് ഉണ്ടാവും. അതാണ് താഴെ നമ്മൾ XY എന്നുള്ള പേരിൽ കാണാൻ സാധിക്കുന്നത്. ഓരോ പ്രാവശ്യവും നിങ്ങൾ 10 സ്റ്റെപ്പ് മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും നിങ്ങൾ 10 സ്റ്റെപ്പ് മൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഞാൻ ഈ ഗ്രീൻ ഫ്ലാഗിനെ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എക്സിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ -122 ആണ്. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത സമയത്ത് എക്സിൻ്റെ വാല്യൂ 10 കൂടിയിട്ട് -112 ആയി മാറിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്രാവശ്യം എക്സിൻ്റെ വാല്യൂ -102 ആയി മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. മൂവ് 10 സ്റ്റെപ്സ് എന്ന ബ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാറ്റിൻ്റെ എക്സ് വാല്യൂ 10 സ്റ്റെപ്പുകൾ വെച്ച് മാറിക്കൊണ്ടേയിരിക്കും. ക്യാറ്റ് ഗ്ലൈഡ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രശ്നം. ക്യാറ്റിനെ എങ്ങനെ നമുക്ക് നടക്കുന്ന ഒരു ആനിമേഷൻ കൊടുക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ ക്യാറ്റ് സ്പ്രൈറ്റ് സെലക്റ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക.
അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് കോസ്റ്റ്യൂംസ് എന്ന് കാണാൻ പറ്റും. കോഡ് ടാബിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കോസ്റ്റ്യൂം എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ പറ്റും. കോസ്റ്റ്യൂം ടാബിൽ ക്ലിക്ക് ചെയ്യാം. കോസ്റ്റ്യൂം ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്യാറ്റ് സ്പ്രൈറ്റിനകത്തുള്ള 2 കോസ്റ്റ്യൂമുകൾ, കോസ്റ്റ്യൂം 1 ആൻഡ് കോസ്റ്റ്യൂം 2. കോസ്റ്റ്യൂം 1 ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കോസ്റ്റ്യൂം 2 സെലക്ട് ചെയ്യാൻ പോവാണ്. കോസ്റ്റ്യൂം 2 സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ക്യാറ്റിൻ്റെ പോസ് മാറിയിട്ടുണ്ട്. മറ്റൊരു പോസിലേക്ക് നമ്മുടെ ക്യാറ്റ് മാറിയിട്ടുണ്ട്. വീണ്ടും ഞാൻ കോസ്റ്റ്യൂം 1ലേക്ക് മാറ്റാൻ പോവുകയാണ്. വീണ്ടും കോസ്റ്റ്യൂം 2ലേക്ക് മാറ്റുകയാണ്. ഈ കോസ്റ്റ്യൂം 1നെയും 2നെയും പരസ്പരം മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ക്യാറ്റിന് നടക്കുന്നത് പോലെയുള്ള ഒരു ആനിമേഷൻ കൈവരികയാണ്. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ക്യാറ്റിനെ നടത്താൻ പോകുന്നത്. അതായത് ക്യാറ്റിൻ്റെ കോസ്റ്റ്യൂം 1 നിന്ന് 2ലേക്ക് മാറ്റുക, 2 നിന്ന് തിരിച്ച് 1ലേക്ക് മാറ്റുക, 1 നിന്ന് 2ലേക്ക് മാറ്റുക, 2 നിന്ന് തിരിച്ച് 1ലേക്ക് മാറ്റുക. വീണ്ടും ഞാൻ കോഡ് ടാബിലേക്ക് തിരിച്ചു പോവുകയാണ്. കോഡുകൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ടാബിൽ നിന്ന് കോഡ് ടാബിലേക്ക് തിരിച്ചു പോവുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലുക്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കുകൾ കാണാൻ പറ്റും. ആ ലുക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്നൊരു ബ്ലോക്ക് കാണാൻ പറ്റും. അതിവിടെ അറ്റാച്ച് ചെയ്യാം. റൈറ്റ്, നിങ്ങളിനി അറിയാതെ ഏതെങ്കിലും ആവശ്യമില്ലാത്ത ബ്ലോക്കുകൾ ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. അതിനെ തിരിച്ച് ഈ ബ്ലോക്ക് പാലറ്റിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോയിക്കോളും. ഓക്കെ, സോ നെക്സ്റ്റ് കോസ്റ്റ്യൂം ഞാൻ വീണ്ടും ഇവിടെ അറ്റാച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാറ്റ് 10 സ്റ്റെപ്പ് നടക്കും. അതിനുശേഷം കോസ്റ്റ്യൂം നെക്സ്റ്റ് കോസ്റ്റ്യൂമിലേക്ക് മാറ്റും. കോസ്റ്റ്യൂം 1ലുള്ളതെങ്കിൽ കോസ്റ്റ്യൂം 2ലേക്ക് മാറ്റും. കോസ്റ്റ്യൂം 2ലുള്ളതെങ്കിൽ തിരിച്ച് കോസ്റ്റ്യൂം 1ലേക്ക് മാറ്റും. കാരണം നമുക്ക് 2 കോസ്റ്റ്യൂമുകൾ മാത്രമേ ഈ ക്യാറ്റ് സ്പ്രൈറ്റിന് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം ആദ്യത്തെ പ്രാവശ്യം ക്ലിക്ക് ചെയ്തപ്പോൾ 10 സ്റ്റെപ്പ് മൂവ് ചെയ്തു. അതിനുശേഷം കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. വീണ്ടും ക്ലിക്ക് ചെയ്യാണ്, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാണ്, ക്യാറ്റ് 10 സ്റ്റെപ്പ് നടക്കുകയാണ്, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാണ്. റൈറ്റ്, ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പോവുകയാണ്. ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ക്യാറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ആനിമേഷൻ നിങ്ങൾക്ക് വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ആനിമേഷനെ നിങ്ങൾക്ക് ഈ സ്റ്റേജ് ഏരിയയിൽ മാത്രം നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾക്കിവിടെ കാണാം ആ സ്റ്റേജ് ഏരിയ മാത്രം വലിയ രീതിയിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ക്യാറ്റ് വിൽ ബി മൂവിങ്. നിങ്ങളുടെ ക്യാറ്റിന് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുപോലെ ആനിമേറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ക്യാറ്റ് നന്നായി നടന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ. പക്ഷേ ഇനിയും ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താണ്? ഓരോ പ്രാവശ്യവും നിങ്ങൾ ക്യാറ്റിനെ നടത്താൻ വേണ്ടി ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് എന്ത് ചെയ്യണം? ഒറ്റ പ്രസ്സിൽ തന്നെ എൻ്റെ ക്യാറ്റ് കുറച്ച് ദൂരം നടക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിനകത്തേക്ക് ഞാൻ മറ്റു കുറച്ച് ബ്ലോക്കുകൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട ബ്ലോക്ക് ഇവിടെ കൺട്രോൾസിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് 10 ടൈംസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കിനെ കാണാൻ പറ്റും. റിപ്പീറ്റ് 10 എന്ന് പറയുന്ന ബ്ലോക്ക്. ഈ ബ്ലോക്ക് ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. റിപ്പീറ്റ് 10 എന്നുള്ള ഈ ബ്ലോക്ക് ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ക്യാറ്റിനെ 10 സ്റ്റെപ്പ് മൂവ് ചെയ്യുക, അതിനുശേഷം കോസ്റ്റ്യൂം മാറ്റുക, ഈ 2 പ്രോസസ്സിനെയും 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഈ റിപ്പീറ്റ് 10 എന്നുള്ളതിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, റിപ്പീറ്റ് 10 എന്നുള്ളത് ഗ്രീൻ ഫ്ലാഗുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ മൂവ് 10 സ്റ്റെപ്സ് എന്നുള്ളതും നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്നുള്ളതും റിപ്പീറ്റിന് അകത്താണുള്ളത്. ഞാൻ എൻ്റെ ക്യാറ്റിനെ പ്രസ് ചെയ്ത് ആദ്യം കൊണ്ടുവയ്ക്കുകയാണ്, ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഗ്രീൻ ഫ്ലാഗ് ഞെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും 10 പ്രാവശ്യം നമ്മുടെ ക്യാറ്റ് നടന്നിട്ടുണ്ട്. വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുകയാണ്. 10 പ്രാവശ്യം വീണ്ടും നമ്മുടെ ക്യാറ്റ് നടക്കുന്നുണ്ട്. വീണ്ടും 10 പ്രാവശ്യം നടക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴും 10 സ്റ്റെപ്പ് നടക്കുക, കോസ്റ്റ്യൂം മാറ്റുക, 10 സ്റ്റെപ്പ് നടക്കുക, കോസ്റ്റ്യൂം മാറ്റുക, 10 സ്റ്റെപ്പ് നടക്കുക, കോസ്റ്റ്യൂം മാറ്റുക. ഈ ഒരു പ്രോസസ്സ് 10 പ്രാവശ്യം ഇവർ റിപ്പീറ്റ് ചെയ്യാണ്. ഈ 10നെ നമ്മൾ 20 ആക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ ദൂരം നമ്മുടെ ക്യാറ്റ് നടക്കുന്നതായിരിക്കും. ക്യാറ്റിനെ വീണ്ടും ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ആദ്യം കൊണ്ടുവയ്ക്കുകയാണ്. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാം ക്യാറ്റ് 20 പ്രാവശ്യം ആ പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 30 ആക്കുകയാണെങ്കിൽ കുറേ കൂടി ദൂരത്തേക്ക് നമ്മുടെ ക്യാറ്റ് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ ക്യാറ്റിനെ വീണ്ടും ആദ്യം കൊണ്ടുവയ്ക്കുകയാണ്. ഒന്നും കൂടി ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം കുറച്ചധികം ദൂരം നമ്മുടെ ക്യാറ്റ് നടക്കുന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. പക്ഷേ അഗൈൻ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താണ് കുഴപ്പം? നമ്മുടെ ക്യാറ്റിൻ്റെ സ്പീഡ് ഭയങ്കര കൂടുതലാണല്ലേ. ക്യാറ്റ് നടക്കുകയല്ല, പകരം ക്യാറ്റ് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ നമുക്കിതിനെ സ്ലോ ഡൗൺ ചെയ്യാം? ക്യാറ്റിൻ്റെ ഓട്ടം നമുക്കൊന്ന് സ്പീഡ് കുറക്കണം. അങ്ങനെ കുറക്കണമെങ്കിൽ നിങ്ങൾക്കിവിടെ കൺട്രോളിനകത്ത് തന്നെ വെയിറ്റ് 1 സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെയിറ്റ് 1 സെക്കൻഡ്. ഈ വെയിറ്റ് 1 സെക്കൻഡ് എന്ന് പറയുന്ന ബ്ലോക്കിനെ ഞാൻ ഇതിനകത്ത്, ഈ റിപ്പീറ്റിനകത്താണ്, റിപ്പീറ്റിനകത്തേക്ക് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാറ്റ് 10 സ്റ്റെപ്പ് നടക്കും. അതിനുശേഷം കോസ്റ്റ്യൂം മാറ്റും, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യും, വീണ്ടും 10 സ്റ്റെപ്പ് മൂവ് ചെയ്യും, കോസ്റ്റ്യൂം മാറ്റും, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യും, വീണ്ടും 10 സ്റ്റെപ്പ് മൂവ് ചെയ്യും, കോസ്റ്റ്യൂം മാറ്റും, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. ഈ പ്രോസസ്സ് 30 തവണ റിപ്പീറ്റ് ചെയ്യും. നമുക്കൊന്ന് നോക്കാം. ഞാൻ എൻ്റെ ക്യാറ്റിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ആദ്യം കൊണ്ടുവയ്ക്കുകയാണ്. ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുകയാണ്. നിങ്ങൾ കാണാം 1 സ്റ്റെപ്പ് നടക്കുന്നു, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, 1 സ്റ്റെപ്പ് നടക്കുന്നു, കോസ്റ്റ്യൂം മാറ്റുന്നു, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, 10 സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നു,
കോസ്റ്റ്യൂം മാറ്റുന്നു 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, 10 സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നു, കോസ്റ്റ്യൂം മാറ്റുന്നു 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു. ഈ 1 സെക്കൻഡ് എന്നുള്ളത് ഭയങ്കര കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ക്യാറ്റ് നടക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ക്യാറ്റ് ഭയങ്കര പതുക്കെയാണ് നടക്കുന്നത് അല്ലേ. ക്യാറ്റിൻ്റെ സ്പീഡ് ഭയങ്കര കുറവാണ്, സ്ലോ മോഷനിലാണ് നമ്മുടെ ക്യാറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്യാറ്റിനെ സ്ലോ മോഷനിൽ നടത്തണ്ട, നമുക്ക് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ്. എന്ത് ചെയ്യുക, ഈ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ട, പകരം നമുക്കൊരു 0.2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 0.3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി, ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട. വീണ്ടും ഞാൻ എൻ്റെ ക്യാറ്റിനെ പ്രസ് ചെയ്ത് തുടക്കത്തിൽ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഗ്രീൻ ഫ്ലാഗിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ നമ്മുടെ ക്യാറ്റ് കുറേ കൂടി ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലേ. ക്യാറ്റ് നടക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ടല്ലേ. നമ്മുടെ ക്യാറ്റിൻ്റെ ആനിമേഷൻ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി ഇതിനെ രസകരമാക്കാൻ പോവുകയാണ്. ഇതിനകത്തേക്ക് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്താലോ. ഇപ്പം ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ്. ക്യാറ്റ് നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ചെറുതായിട്ട് ഈ ക്യാറ്റിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ താഴെ ബാക്ക് ഡ്രോപ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ കാണാൻ പറ്റും. ഇവിടെ ഈ ഏരിയക്കകത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ചൂസ് എ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ബാക്ക് ഡ്രോപ്പുകൾ നിങ്ങൾക്കിവിടെ ഓപ്പണായി വരും. ഇതിനകത്തുനിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്യുക. തൽക്കാലം ഞാൻ ഈ ഫോറസ്റ്റ് എന്ന് പറയുന്ന ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൻ്റെ ക്യാറ്റ് ഫോറസ്റ്റിലെത്തിയിട്ടുണ്ടല്ലേ. ഞാൻ ക്യാറ്റിനെ വീണ്ടും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുകയാണ്. കാണാൻ പറ്റും നമ്മുടെ ക്യാറ്റ് നമ്മുടെ ഫോറസ്റ്റിനകത്ത് കൂടി നടന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റി മാറ്റി പരീക്ഷിക്കാം. എന്നിട്ട് രസകരമായിട്ട് നിങ്ങളുടെ ക്യാരക്ടറിനെ ഏതെങ്കിലും ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടിനകത്ത് കുറച്ച് ദൂരം നടത്തുന്നത് എങ്ങനെയാണ് എന്ന് സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു രസകരമായിട്ടുള്ള പ്രൊജക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.